നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലബാർ മേഖലയിൽ പാൽ സംഭരണത്തിന്റെ കാര്യത്തിൽ വലിയ കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മിൽമ ചെയർമാൻ KS മണി. മുൻ വർഷത്തേക്കാൾ 13% പാൽ സംഭരണം കുറഞ്ഞു. 7.5 ലക്ഷം ലിറ്റർ പാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്ന സ്ഥിതിയെന്നും മിൽമ ചെയർമാൻ. മലബാർ മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ BMS സംഘങ്ങൾക്കുള്ള ധനസഹായ വിതരണം പട്ടാമ്പിയിൽ. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ റിസപ്ഷനിൽ പങ്കെടുത്ത 150-ലേറെ പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റെന്ന പരാതിയിൽ നടപടിയുമായി നഗരസഭാ ആരോഗ്യ വിഭാഗം. ചടങ്ങിൽ പുറത്തുനിന്ന് പാചകം ചെയ്ത ഭക്ഷ്യവിഭവങ്ങൾ വിതരണം ചെയ്തത് ഓങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് കാറ്ററിംഗ് എന്ന സ്ഥാപനമെന്ന് അധികൃതർ. സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ പ്രവർത്തനം വൃത്തിഹീനമായ സാഹചര്യത്തിലെന്ന് കണ്ടെത്തിയതായും സ്ഥാപനോടമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായും നഗരസഭാ ആരോഗ്യ വിഭാഗം. സംസ്ഥാന ഇന്റർ പോളി കലോത്സവത്തിന് കുന്നംകുളത്ത് തിരിതെളിഞ്ഞു. കലോത്സവത്തിൽ മാറ്റിഴയ്ക്കുന്നത് 108 പോളിടെക്നിക്കുകളിൽ നിന്നായി 2500 മത്സരാർത്ഥികൾ. പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കലോത്സവം റാഫ എന്ന പേരിൽ. വേദികളുടെ പേരുകളും പാലസ്തീന് ഐക്യദാർഢ്യം അറിയിച്ച്. വിയൂർ സെൻട്രൽ ജയിലിൽ തടവുകാരനിൽ നിന്ന് ഫോൺ പിടികൂടി. ഫോൺ പിടിച്ചത് ലഹരിക്കടത്തു കേസിൽ ശിക്ഷിക്കപ്പെട്ട എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി അനീഷിന്റെ പക്കൽ നിന്ന്. ഫോൺ എങ്ങനെ സെല്ലിലെത്തി എന്നത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. പൂനത്തറ കവളപ്പാറ പാതയോരത്തെ വയലിൽ കക്കൂസ് മാലിന്യം. വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളിയത് കഴിഞ്ഞ രാത്രിയിൽ. അസഹ്യമായ ദുർഗന്ധം മൂലം യാത്രക്കാർ ദുരിതത്തിൽ. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് അന്വേഷണം തുടങ്ങി. പ്രതികൾ ഉടൻ പിടിയിലാകുമെന്ന സൂചന. വാഴക്കോട് അകമലയിൽ നിയന്ത്രണം വിട്ട കാർ ചായക്കട തകർത്തു. കടയുടമ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കുന്നംകുളത്ത് ബൈക്കും മിനി ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാണിപ്പയ്യൂർ സ്വദേശിയായ യുവാവിന് ഗുരുതര പരിക്ക്. വാഹനാപകടങ്ങൾ പതിവായ പറളി കടവത്ത് പുഴപ്പാലത്തിൽ തെരുവിളക്കുകൾ സ്ഥാപിക്കാൻ നടപടിയായി. MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ച് 8 മിനിമാസ് ലൈറ്റുകളും ഒരു ഹൈമാസ് ലൈറ്റും സ്ഥാപിക്കും. മങ്കര കാളിക്കാവ് വാതക ശ്മശാനത്തിന് ഇനിയും പ്രവർത്തനാനുമതിയായില്ല. ശ്മശാനത്തിന്റെ ഉദ്ഘാടനം നടന്നത് 4 വർഷം മുമ്പ്. വിഷയത്തിൽ ജില്ലാ കലക്ടർ അടിയന്തരമായി ഇടപെടണമെന്ന് പഞ്ചായത്ത് അധികൃതർ. വാണിയംകുളം ചന്തയിലെത്തുന്ന വാഹനങ്ങൾ സമീപത്തെ പഞ്ചായത്ത് ഗ്രൌണ്ടിൽ പാർക്ക് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യം. അനധികൃത വാഹന പാർക്കിംഗ് മൂലം ചെളിക്കുളമായ ഗ്രൌണ്ടിൽ കളിക്കാൻ പറ്റാത്ത സ്ഥിതിയെന്ന് പരാതി. മൈതാനം മതിൽ കെട്ടി സംരക്ഷിക്കാൻ പഞ്ചായത്ത് തയ്യാറാകണമെന്ന് പ്രദേശവാസികൾ. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിലേക്ക് കന്നുകാലികളെ അഴിച്ചുവിടുന്നവർക്കെതിരെ നടപടിയുമായി നഗരസഭാ അധികൃതർ. വായന വാരാചരണം തുടരുന്നു. മദ്യരാസ ലഹരിക്കെതിരെ വായന തന്നെ ലഹരി എന്ന സന്ദേശ പ്രചരണവുമായി കേരള മദ്യനിരോധന സമിതി. വിവിധ കേന്ദ്രങ്ങളിൽ വായനശാലകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ. വിശ്രമ ജീവിതത്തിൽ പുസ്തകങ്ങളുടെ കൂട്ടുകാരിയായി വാണിയംകുളം പനിയൂരിലെ ശോഭന ടീച്ചർ. വാർത്തകൾ വിശദമായി. മലബാർ മേഖലയിൽ പാൽ സംഭരണത്തിന്റെ കാര്യത്തിൽ വലിയ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മിൽമ ചെയർമാൻ KS മണി. കഴിഞ്ഞ വർഷത്തേക്കാൾ 13% പാൽ സംഭരണം ഇത്തവണ കുറഞ്ഞുവെന്നും 7.5 ലക്ഷത്തോളം ലിറ്റർ പാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങുന്ന സ്ഥിതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. പട്ടാമ്പിയിൽ മലബാർ മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ BMS സംഘങ്ങൾക്കുള്ള ധനസഹായം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മിൽമ ചെയർമാൻ. കോവിഡിന് ശേഷം പാൽ സംഭരണം കുറയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 13% പാൽ സംഭരണം ഇത്തവണ കുറഞ്ഞു. 7.5 ലക്ഷത്തോളം പാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും മിൽമ ചെയർമാൻ KS മണി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മലബാർ മേഖലാ യൂണിയനിലെ 6 ജില്ലകളിലെ സംഘങ്ങളിലൂടെ വിതരണം ചെയ്യും. ആ 35 കോടി രൂപ കൊടുക്കുമ്പോൾ നമ്മുടെ യൂണിയന്റെ മൊത്തം അറ്റലാഭത്തിന്റെ 98% ഇങ്ങനെ നമ്മൾ കൊടുത്തതായിട്ടാണ് കണക്ക് പറയുന്നത്. ഇത് നമ്മുടെ രാജ്യത്ത് മറ്റൊരു യൂണിയനുകളോ അല്ലെങ്കിൽ ഫെഡറേഷനോ അവകാശപ്പെടാൻ കഴിയാത്തതാണ്. അറ്റലാഭം സാധാരണഗതിയിൽ യൂണിയന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് പുതിയ പുതിയ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പരമാവധി മാറ്റിവെക്കുകയാണ് പതിവ്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ക്ഷീരമേഖല രാജ്യത്തെ ഏറ്റവും കൂടുതൽ കർഷകർക്ക് പാൽവില കൊടുക്കുന്നത് നമ്മളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന ചെലവുള്ള സംസ്ഥാനവും നമ്മുടെ.
രാജ്യത്തെ കണക്കെടുത്ത് നോക്കിയാൽ 83% പാലിന്റെ വിറ്റുവരവിന്റെ നേരിട്ട് കർഷകർക്ക് കൊടുക്കുന്ന വേറൊരു സംസ്ഥാനവുമില്ല. 75 മുതൽ 80% വരെയാണ് പല സംസ്ഥാനങ്ങളിലും കൊടുക്കുന്നത്. നമ്മൾ 83% കൊടുക്കുന്നത് കൂടാതെയാണ് ഈ വിറ്റുവരവിൽ നമ്മൾ ഉണ്ടാക്കുന്ന അറ്റ ലാഭത്തിന്റെ 98% വീണ്ടും കൊടുക്കുന്നത്. മലബാർ മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ BMC സംഘങ്ങൾക്കുള്ള കെട്ടിട ഗ്രാന്റ് വിതരണവും റിവോൾവിംഗ് ഫണ്ട് വിതരണോദ്ഘാടനവും മേലെ പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. മലബാർ മേഖല യൂണിയൻ ഡയറക്ടർ VV ബാലേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഊർമിള കുമാരി, K ചെന്താമര, S സനോജ്, J ഷീജ, ഡോക്ടർ നിർമ്മൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ വിവാഹ റിസപ്ഷനിൽ പങ്കെടുത്ത 150-ലേറെ പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് കാറ്ററിംഗ് എന്ന സ്ഥാപനമാണ് ഭക്ഷ്യവിഭവങ്ങൾ വിതരണം ചെയ്തതെന്ന് കണ്ടെത്തിയതായും സ്ഥാപന ഉടമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ സുമംഗലി ഓഡിറ്റോറിയത്തിൽ കല്യാണ റിസപ്ഷനിൽ പങ്കെടുത്ത 150-ലേറെ പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഒരു വിവാഹ സൽക്കാരത്തോടനുബന്ധിച്ച് നടത്തിയ റിസപ്ഷനിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച ആളുകൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്ന് അറിയാൻ കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു. ഭക്ഷ്യവിഷബാധയേറ്റ രോഗികളിൽ കോഴിക്കോട് നിന്നുള്ളവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പാലക്കാട്, ഷൊർണൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള രോഗികൾ മറ്റു വിവിധ ആശുപത്രികളിലും ചികിത്സയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയതിൽ സുമംഗലി കല്യാണ മണ്ഡപത്തിൽ സ്മാർട്ട് കാറ്ററിംഗ് എന്ന സ്ഥാപനമാണ് പുറത്തുനിന്ന് പാചകം ചെയ്ത് ഭക്ഷ്യവിഭവങ്ങൾ വിതരണം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതായി അധികൃതർ പറഞ്ഞു. സ്മാർട്ട് കാറ്ററിംഗ് എന്ന സ്ഥാപനം ഓങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ഈ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തനമെന്ന് കണ്ടെത്തിയതായും ഭക്ഷ്യയോഗ്യമല്ലാത്ത ഐസ് ബ്ലോക്കുകൾ ചാക്കിൽ കെട്ടി സൂക്ഷിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഇവിടെ ഉപയോഗിച്ച കുടിവെള്ളമോ ഐസോ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായിട്ടുണ്ടാകാമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ സുമംഗലി കല്യാണ മണ്ഡപത്തിൽ 16-ാം തീയതി നടന്ന ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത 150-ൽ പരം ആളുകൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പരിശോധന നടത്തുകയുണ്ടായി. പരിശോധനയിൽ സുമംഗലി കല്യാണ മണ്ഡപത്തിൽ നടത്ത പരിപാടിയിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഉള്ള ഒരു സ്മാർട്ട് കാറ്ററിംഗ് എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് അവിടെ ഭക്ഷണം വിതരണം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ സ്മാർട്ട് കാറ്ററിംഗിൽ പരിശോധന നടത്തിയ സമയത്ത് അവിടെ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അവിടെ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്നത് അന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഐസ് ഫ്രീസറിൽ സൂക്ഷിച്ചതായി കണ്ടു. ഒരു പക്ഷേ ഈ ഐസും അല്ലെങ്കിൽ കുടിവെള്ളത്തിലൂടെ വന്ന ബാക്ടീരിയ ആകാൻ ഈ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം ആളുകൾക്കെതിരെ നടപടിക്ക് വേണ്ടിയിട്ട് ഷോക്കേഴ്സ് നോട്ടീസും കൊടുത്തിട്ടുണ്ട്. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തതിന് ഷൊർണൂർ നഗരസഭ സ്ഥാപന ഉടമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബന്ധപ്പെട്ട സ്ഥാപനം പരിശോധിച്ച് ആരോഗ്യ ശുചിത്വ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നഗരസഭാ സെക്രട്ടറി കത്ത് നൽകി. പരിശോധനയ്ക്ക് നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ KT വിനോദ് കുമാർ, ക്ലീൻ സിറ്റി മാനേജർ TK പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിന് കുന്നംകുളത്ത് തിരിതെളിഞ്ഞു. സിനിമാ താരം അനാർക്കലി മരക്കാർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക്കിലാണ് കലോത്സവം. ഉദ്ഘാടന ചടങ്ങിൽ യൂണിയൻ ചെയർമാൻ R ആദർശ് അധ്യക്ഷത വഹിച്ചു. 108 പോളിടെക്നിക്കുകളിൽ നിന്നായി 2500 മത്സരാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. അധ്യാപകരും രക്ഷിതാക്കളും മറ്റ് വിദ്യാർത്ഥികളുമായി ഏകദേശം 5000-ഓളം പേർ കലോത്സവത്തിൻ്റെ ഭാഗമാണ്. സ്റ്റേജ് മത്സരങ്ങൾ 5 വേദികളിലായാണ് നടക്കുന്നത്. പൊരുതുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റാഫ എന്ന പേരാണ് കലോത്സവത്തിന് നൽകിയിരിക്കുന്നത്. കലോത്സവ വേദികളുടെ പേരുകളും പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ്. ഗാസ, ജെറുസലം, വെസ്റ്റ് ബാങ്ക്, നുസൈറാത്ത്, റാമല്ല എന്നിങ്ങനെയാണ് പേരുകൾ. കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്നവർക്ക് കുന്നംകുളം പോളിടെക്നിക്കിലും പുതുശ്ശേരി ചൊവ്വന്നൂർ കമ്മ്യൂണിറ്റി ഹാളിലും
കുന്നംകുളം ടൗൺ ഹാളിലുമാണ് താമസ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിയൂർ സെൻട്രൽ ജയിലിൽ തടവുകാരനിൽ നിന്ന് ഫോൺ പിടികൂടി. ലഹരിക്കടത്തിൽ ശിക്ഷിക്കപ്പെട്ട എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി അനീഷിന്റെ പക്കൽ നിന്നാണ് ഫോൺ പിടിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. ഡി ബ്ലോക്കിലെ 29 നമ്പർ സെല്ലിലായിരുന്നു അനീഷ്. സെല്ലിനു മുന്നിലൂടെ പോയ ഉദ്യോഗസ്ഥന് സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് ഫോൺ കണ്ടെടുത്തത്. സംഭവത്തിൽ വിയൂർ പോലീസ് കേസെടുത്തു. ഫോൺ എങ്ങനെ സെല്ലിലെത്തി എന്നത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജയിലിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. തടവുകാരനിൽ നിന്ന് ഫോൺ പിടിച്ചെടുത്തതോടെ ജയിലിൽ പരിശോധന കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൂനത്തറ കവളപ്പാറ റോഡിനോട് ചേർന്ന വയലിൽ സാമൂഹ്യവിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളി. അർദ്ധരാത്രിയാണ് വൻതോതിൽ മാലിന്യം തള്ളിയത്. ഇതിലൂടെ മൂക്കുപൊത്തി യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് ജനങ്ങൾ. കവളപ്പാറ ആര്യങ്കാവ് ക്ഷേത്രത്തിലേക്കും കവളപ്പാറ ത്രാങ്ങാലി ഷൊർണൂർ ഭാഗങ്ങളിലേക്കും പോകുന്ന റോഡാണിത്. രാത്രിയിൽ പ്രദേശത്തെ വയലിൽ വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളിയതോടെ മൂക്കുപൊത്തി വേണം ഇതിലെ യാത്ര ചെയ്യാൻ. ഇതിനു മുമ്പും ഇവിടെ മാലിന്യം തള്ളിയിട്ടുണ്ടെന്നും പ്രദേശത്തെ വയലുകളിൽ കക്കൂസ് മാലിന്യം തള്ളുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. നമ്മുടെ കൂനത്തറ ആര്യങ്കാവ് മേഖലയിൽ ഇത് സ്ഥിരമായിട്ട് ഇവിടെ മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. ഇന്നലെ രാത്രിയിൽ കക്കൂസ് മാലിന്യം തോന്നുന്നു കൊണ്ട് തള്ളിയിട്ട് പോയിട്ടുണ്ട്. ഇവിടെ CCTV ക്യാമറയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് കാണുമോ ഇല്ലെന്ന് അറിയാതെ ഇത് സ്ഥിരം കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് തന്നെ കുറേ ലോഡ് കണക്കുകൊണ്ട് തട്ടിയിട്ടുണ്ട്. ഇത് പഞ്ചായത്ത് അധികൃതരും അതിൻ്റെ മെമ്പർമാരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വ്യാപാരി വ്യവസായികൾക്ക് ബുദ്ധിമുട്ട് തോന്നിക്കുന്ന രീതിയിലാണ്. കാരണം ഇത് എവിടെ നിന്നാണ് കൊണ്ട് തള്ളുന്ന ആർക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ കൂനത്തറ വ്യാപാരികൾ അതിനകത്ത് പങ്കാളിയാണെന്നുള്ള രീതിയിലൊക്കെ വറ്റിത്തീർക്കാനുള്ള ശ്രമം നടക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പോലീസ് അധികാരികളും പഞ്ചായത്തും ചേർന്ന് ഇത് കണ്ടുപിടിച്ച പരിഹാരം കാണണം. ഇതിന് മേലാൽ ആവർത്തിക്കാതിരിക്കാനുള്ള സംവിധാനം ചെയ്യണമെന്ന് മാത്രം പറയുകയാണ്. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് കവളപ്പാറ ഷൊർണൂർ റോഡിൽ സ്ഥാപിച്ച CCTVയുടെ തൊട്ടപ്പുറത്താണ് സാമൂഹ്യവിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളത്. പഞ്ചായത്ത് സ്ഥാപിച്ച ക്യാമറയിലും അടുത്ത വീടുകളിലെ ക്യാമറകളിലും വാഹനത്തിൽ മാലിന്യം തള്ളുന്ന ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് ഷൊർണൂർ പോലീസ് അന്വേഷണം തുടങ്ങി. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് വാണിയംകുളം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ഹരിദാസൻ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യം കറണ്ട് പോയ സമയത്താണ് ഇതുപോലെ കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളത്. റോഡരികിൽ ഇത്തരം മാലിന്യങ്ങൾ തള്ളുന്നത് ജനങ്ങൾക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാകുന്നത്. ഈ മഴക്കാലത്താണ് പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസും പഞ്ചായത്തും അതിൽ വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഏകദേശം ആരാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവർക്കെതിരെ വലിയ നടപടി ഉണ്ടാവും. ഏകദേശം ഇപ്പോൾ ഈ CC ക്യാമറയിൽ പരിശോധിച്ചപ്പോൾ അതിനകത്ത് വാഹനം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഉദ്ഘാടനം കഴിഞ്ഞ 4 വർഷം പിന്നിട്ടിട്ടും മങ്കര കാളിക്കാവ് വാതക ശ്മശാനത്തിന് പ്രവർത്തനാനുമതിയായില്ല. വിഷയത്തിൽ ജില്ലാ കലക്ടർ അടിയന്തരമായി ഇടപെടണമെന്ന് മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ആവശ്യപ്പെട്ടു. മുൻ കോങ്ങാട് MLA അന്തരിച്ച വിജയദാസിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വാതക ശ്മശാനം കാളികാവ് ഭാരതപ്പുഴയോരത്ത് നിർമ്മിച്ചത്. മുൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് തിരക്ക് പിടിച്ച് വാതക ശ്മശാനത്തിന്റെ ഉദ്ഘാടനവും നടന്നത്. വാതക ശ്മശാനത്തിനായി ജനറേറ്ററോ ലൈസൻസോ പോലും ലഭിക്കാതെയാണ് അന്ന് ഉദ്ഘാടനം നടത്തിയതെന്ന് മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. എന്നാൽ പുതിയ ഭരണസമിതി വന്നതോടെ വാതക ശ്മശാനം പ്രവർത്തിപ്പിക്കാൻ നടപടിയെടുത്തിരുന്നു. തുടർന്ന് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി ജനറേറ്റർ സ്ഥാപിക്കുകയും ചെയ്തു. വാതക ശ്മശാനം പ്രവർത്തിക്കാൻ വേണ്ടി ലൈസൻസിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഫയലുകൾ ജില്ലാ കലക്ടറുടെ മുന്നിലെത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 1 വർഷം പിന്നിട്ടെങ്കിലും ഫയലുകൾ ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടപ്പാണെന്ന് മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. അതിന് നാളിതുവരെയായിട്ട് ലൈസൻസ് ലഭിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിലെ ജനറേറ്ററുകളും മറ്റും സ്ഥാപിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ അതിന്റെ ജനറേറ്ററുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ലൈസൻസിന് വേണ്ടുന്ന എല്ലാ കടലാസുകളും പൂർത്തിയാക്കിക്കൊണ്ട് കളക്ടറേറ്റിൽ കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തിട്ട് ഏകദേശം 1 വർഷത്തോളം ആയിരിക്കുകയാണ്. ഇനിയും അത് ചുവപ്പുനാടയുടെ കുരുക്കിൽ കിടന്ന് ബുദ്ധിമുട്ടുകയാണ്. എന്തായാലും അത് അടിയന്തരമായിട്ട് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ഈ ഭരണസമിതി കൈക്കൊള്ളുന്നുണ്ട്. എന്തായാലും അതിന്റെ ഒരു ഫോളോ അപ്പ് വരും ദിവസങ്ങളിൽ ഉണ്ടാവും. മങ്കര പഞ്ചായത്തിൽ നിന്നും ദിനംപ്രതി എത്തുന്ന നിരവധി മൃതദേഹങ്ങൾ ഇപ്പോൾ പുറത്താണ് ദഹിപ്പിക്കുന്നത്.
എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടും ലൈസൻസ് ഇല്ലാത്തതാണ് പ്രവർത്തനാനുമതി നീണ്ടുപോകാൻ കാരണം. പ്രവർത്തനം നീണ്ടുപോകുന്നതിനാൽ ലക്ഷങ്ങൾ ചിലവാക്കി നിർമ്മിച്ച കെട്ടിടവും അതിനകത്തുള്ള യന്ത്രങ്ങളും തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയുമുണ്ട്. ലൈസൻസ് ലഭിക്കാനുള്ള തുടർ നടപടികളുമായി ഭരണസമിതി മുന്നോട്ടു പോകുമെന്നും ജില്ലാ കളക്ടർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിലേക്ക് കന്നുകാലികളെ അഴിച്ചുവിടുന്നവർക്കെതിരെ നടപടിയുമായി പട്ടാമ്പി നഗരസഭ. പുഴയിൽ നിന്നും 2 കന്നുകാലികളെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പിടികൂടി. ഫൈൻ അടച്ച് കന്നുകാലികളെ ഉടമയെ ഏൽപ്പിച്ചു. കന്നുകാലികളെ ഇനി പിടികൂടുകയാണെങ്കിൽ അവയെ ലേലത്തിൽ വിൽക്കാനാണ് നഗരസഭയുടെ തീരുമാനം. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിലേക്ക് കന്നുകാലികളെ മേയാൻ അഴിച്ചുവിടുന്നതിനെതിരെ വ്യാപകമായ പരാതി നിലനിൽക്കുന്നുണ്ട്. പുഴയിലെ വെള്ളം പ്രധാന കുടിവെള്ള സ്രോതസ്സു കൂടിയാണ്. കന്നുകാലികൾ പുഴയിലെ വെള്ളം മലിനമാക്കുന്ന സാഹചര്യമുണ്ട്. പട്ടാമ്പി നഗരസഭ പരിധിയിൽ പുഴയിൽ കന്നുകാലികളെ അഴിച്ചുവിടരുതെന്ന് പലതവണ കന്നുകാലികളുടെ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നിട്ടും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് നഗരസഭ ആരോഗ്യ വിഭാഗം വ്യാഴാഴ്ച നടപടികളുമായി മുന്നിട്ടിറങ്ങിയത്. കീഴായൂർ നമ്പ്രം പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ പുഴയിൽ നിന്നും 2 കന്നുകാലികളെ പിടികൂടിയാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഉടമയെ കണ്ടെത്തി പിഴ ഈടാക്കുന്ന നടപടിയാണ് ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. തുടർന്ന് ഇത്തരത്തിൽ പിടികൂടുന്ന കന്നുകാലികളെ ലേലത്തിൽ വിൽക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് ഹെൽത്ത് വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ PV സുബ്രഹ്മണ്യൻ പറഞ്ഞു. കന്നുകാലിയെ പിടിച്ചുകെട്ടി ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് തുടർ നടപടി. ഇതിന്റെ ഒരു ആദ്യത്തെ വാണിംഗ് എന്ന നിലയ്ക്ക് ഇതിന്റെ ഉടമ ഹാജരാകുവാൻ കർശന പിഴ ചുമത്തി വിട്ടു നൽകുന്നതാണ്. തുടർ കാണുകയാണെങ്കിൽ ഇതിനെ പിടിച്ചെടുത്ത് ലേലം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. പരിശോധനയ്ക്ക് സുബ്രഹ്മണ്യനൊപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർ PG ഷെരീഫ്, KM സാഹിറ, മഹിമ, സംഗീത തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുന്നംകുളത്ത് ബൈക്കും മിനി ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാണിപ്പയ്യൂർ സ്വദേശിക്ക് ഗുരുതര പരിക്ക്. കാണിപ്പയ്യൂർ കരിമത്തിൽ വീട്ടിൽ 27 വയസ്സുള്ള അമൽനാഥിനാണ് പരിക്കേറ്റത്. തൃശൂർ റോഡിൽ പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിലാണ് ബൈക്കും മിനി ലോറിയും കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രികനായ കാണിപ്പയ്യൂർ സ്വദേശി കരുമത്തിൽ വീട്ടിൽ 27 വയസ്സുള്ള അമൽനാഥിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തു നിന്ന് കാണിപ്പയ്യൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന മത്സ്യവിൽപ്പന നടത്തുന്ന മിനി ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് ബൈക്ക് പൂർണ്ണമായും തകർന്നു. മിനി ലോറിയുടെ മുൻവശം ഭാഗികമായി തകർന്നിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാഴക്കോട് അകമലയിൽ നിയന്ത്രണം വിട്ട കാർ ചായക്കടയിലേക്ക് ഇടിച്ചു കയറി. കടയുടമ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ചേലക്കര കിള്ളിമംഗലം സ്വദേശി ഗംഗാധരന്റെ ചായക്കടയാണ് നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് തകർന്നത്. കാറിന്റെ വരവ് കണ്ടതും കടയുടമ മാറിയതോടെ ജീവൻ രക്ഷിക്കാനായി. വാഴക്കോട് അകമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം ബുധനാഴ്ച വൈകിട്ടോടെയായിരുന്നു അപകടം നടന്നത്. തൃശൂരിൽ നിന്നും ചേലക്കരയിലേക്ക് വരികയായിരുന്ന ചേലക്കര സ്വദേശികളുടെ കാറാണ് നിയന്ത്രണം തെറ്റി കടയിലേക്ക് ഇടിച്ചു കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ ചില്ലലമാര ഉൾപ്പെടെ നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിയന്ത്രണം തെറ്റിയ കാർ തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടത്തിന് സമീപത്തെത്തിയാണ് ഡ്രൈവർക്ക് നിർത്താനായത്. തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ചാണ് വാഹനം പുറത്തേക്കെടുത്തത്. പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്ക് സംഭവിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വടനാംകുറിശി റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷൊർണൂർ പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഏകദേശം 35 വയസ്സ് പ്രായം തോന്നിക്കും. പിങ്ക് കളർ ഷർട്ടും കറുപ്പ് പാൻസുമാണ് ധരിച്ചിരിക്കുന്നത്. ഷൊർണൂരിൽ നിന്നും വടനാംകുറിശിയിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റും ലഭിച്ചിട്ടുണ്ട്. ഇയാളെ അറിയുന്നവർ 9497934002 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് ഷൊർണൂർ പോലീസിനെ അറിയിക്കണം. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ MCF വിപുലീകരണ കെട്ടിട പ്രവൃത്തി ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. 18 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 22 വാർഡുകളുള്ള ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയുടെ മാലിന്യ ശേഖരണം വലിയ തോതിലാണ് നടക്കുന്നത്. നിലവിൽ വാടാനംകുറിശിയിലുള്ള പഞ്ചായത്തിന്റെ MCF കെട്ടിടത്തിൽ സ്ഥലപരിമിതികൾ വളരെ കുറവാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് MCF വിപുലീകരിക്കാൻ ഭരണസമിതി തീരുമാനിച്ചത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ വിപുലീകരണ കെട്ടിടത്തിനായി 18 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ MCF വിപുലീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം
പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. വേസ്റ്റ് 22 വാർഡുകളിലും അതിഗംഭീരമായിട്ടുള്ള വേസ്റ്റ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ MCFൽ ഒതുങ്ങുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു MCF വിപുലീകരണം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തിൽ 18 ലക്ഷം വകയിരുത്തിയിട്ടുണ്ട്. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് TP രജീഷ്, മെമ്പർ K അശോകൻ, സെക്രട്ടറി ഷേർലി, ഹെൽത്ത് സൂപ്പർവൈസർ പാർവതി, വിപിൻ ലാൽ, അനീഷ് എന്നിവർ സംസാരിച്ചു. 1200 സ്ക്വയർ ഫീറ്റിലെ ഒറ്റനില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. മാലിന്യം ഇവിടെ തന്നെ വേർതിരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും വേണ്ടി ആധുനിക രീതിയിലുള്ള ഒരു പുതിയ യൂണിറ്റാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. യൂണിറ്റിലേക്ക് ബെയിലിംഗ് മെഷീൻ വാങ്ങുന്നതിനായി 5 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലത്ത് ജോയിന്റ് കൌൺസിൽ മേഖലാ സമ്മേളനം നടന്നു. PV കുഞ്ഞണ്ണി നായർ സ്മാരക ഹാളിൽ ചേർന്ന സമ്മേളനം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം റോയ് K ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പ്രതിഷേധമാണെങ്കിലും സർക്കാർ അതിനൊരു വീണ്ടും ഒരു ഉപസമിതിയെ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു. ഉപസമിതിയുടെ റിപ്പോർട്ട് വേണം. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ പ്രക്ഷോഭത്തിൻ്റെയും നമ്മുടെ ആ സംഘടിത ശക്തിയുടെ ബലമായിട്ട് തന്നെയാണ് ഈ ബജറ്റിൽ പങ്കാളിത്ത പെൻഷൻ തത്വത്തിൽ പിൻവലിച്ചിരിക്കുന്നു എന്ന് സർക്കാർ ബജറ്റിൽ പറയുകയുണ്ടായി. പക്ഷേ ഇപ്പോഴും നമ്മൾ അതിൽ നിന്ന് പിന്നോട്ടില്ല. ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ചു ബജറ്റിൽ പറയുന്നുണ്ടെങ്കിലും അതിനൊരു വ്യക്തമായ ഓർഡർ ഉണ്ടാകണം. ചടങ്ങിൽ ജോയിന്റ് കൌൺസിൽ മേഖലാ പ്രസിഡന്റ് K പ്രഭുകുമാർ അധ്യക്ഷത വഹിച്ചു. മേഖലാ കമ്മിറ്റി അംഗം US ഫാറൂഖ് സ്വാഗതം പറഞ്ഞു. JCSSO ജില്ലാ സെക്രട്ടറി PD അനിൽകുമാർ സംഘടനാ റിപ്പോർട്ടും ജോയിന്റ് കൌൺസിൽ മേഖലാ സെക്രട്ടറി K കേശവൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ അനൂപ് സിംഗ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സജിത രക്തസാക്ഷി പ്രമേയവും അഭിജിത്ത് അജയൻ അനുശോചന പ്രമേയവും വായിച്ചു. L സുനി, അനു പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാഹനാപകടങ്ങൾ പതിവായ പറളി കടവത്ത് പുഴപ്പാലത്തിൽ തെരുവിളക്കുകൾ സ്ഥാപിക്കാൻ നടപടിയായി. VK ശ്രീകണ്ഠൻ MPയുടെ ഫണ്ടിൽ നിന്നും 8 മിനിമാസ് ലൈറ്റുകളും ഒരു ഹൈമാസ് ലൈറ്റുമാണ് സ്ഥാപിക്കുന്നത്. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ പറളി കടവത്ത് പുഴപ്പാലത്തിന്റെ വീതി കുറവും പാലത്തിൽ തെരുവിളക്കില്ലാത്തതിനാലും വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നത് പതിവ് കാഴ്ചയായിരുന്നു. വാഹനങ്ങളുടെ അമിത വേഗതയും പാലത്തിലെ കൂരിരുട്ടുമാണ് അപകടത്തിന്റെ പ്രധാന കാരണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് MP ഫണ്ടിൽ നിന്നും ലൈറ്റുകൾ അനുവദിച്ചെങ്കിലും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ വിളക്കുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി നീണ്ടുപോവുകയായിരുന്നു. നിലവിൽ പറളി കടവത്ത് പുഴപ്പാലത്തിന്റെ 2 അറ്റങ്ങളിലുമാണ് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ തീരുമാനമായത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാണിയംകുളം ചന്തയിലെത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ. വാഹന പാർക്കിംഗ് മൂലം ഗ്രൗണ്ട് ചെളിക്കുളമായെന്ന പരാതി വ്യാപകമാണ്. വ്യാഴാഴ്ചകളിൽ വാണിയംകുളം ചന്തയിലെത്തുന്ന വാഹനങ്ങളിലേറെയും വാണിയംകുളം പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് പാർക്ക് ചെയ്യുന്നത്. ഇത് ഗ്രൗണ്ട് കേടുവരാൻ കാരണമായെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. വ്യാഴാഴ്ച കന്നുകാലികളെ കയറ്റി വരുന്ന വാഹനങ്ങളും കച്ചവടക്കാരുടെ വാഹനങ്ങളുമാണ് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത്. മഴക്കാലമായതോടെ ഗ്രൗണ്ട് ചെളിക്കുളമായി. ഇടയ്ക്ക് ചന്തയിൽ തിരക്ക് കൂടുമ്പോൾ ഗ്രൗണ്ടിൽ ചന്തയും നടത്തുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ചുറ്റും മതിൽ കെട്ടി പഞ്ചായത്ത് ഭരണസമിതി ഗ്രൗണ്ട് സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നിരത്തുകൾ ആരോഗ്യ സൗഹൃദമാക്കാനുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ സൈക്കിൾ ട്രാക്ക് നടപ്പാത പദ്ധതി പാളി. വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത വരെ നിർമ്മിക്കാൻ തീരുമാനിച്ച ട്രാക്ക് നടപ്പാത പദ്ധതിയാണ് അധികൃതരുടെ നിരുത്തരവാദിത്തത്തിൽ നിലച്ചുപോയത്. സൈക്ലിംഗ് പരിശീലിക്കുന്നവർക്കും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി നടത്തം ശീലമാക്കിയവർക്കും ഏറെ ഉപകാരപ്രദമായ പദ്ധതിയാണ് പാതിവഴിയിൽ മുടങ്ങിപ്പോയത്. പദ്ധതി പാതിവഴിയിൽ നിന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടതോടെ ട്രാക്കിലും നടപ്പാതയിലും പലയിടങ്ങളിലും പൊന്തക്കാടും ചെളിവെള്ളവും നിറഞ്ഞുകിടക്കുകയാണ്. വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത വരെ ആരംഭിച്ച സ്വപ്ന പദ്ധതി 2ാം ഘട്ടമായ മലമ്പുഴ ഉദ്യാനം വരെ നീട്ടാനും പരിപാടിയുണ്ടായിരുന്നു. ഫണ്ടിന്റെ അഭാവം മൂലമാണ് പണി നിലച്ചത്. ഇനി പണി പുനരാരംഭിക്കണമെങ്കിൽ കരാർ പുതുക്കേണ്ടി വരും. ഇത് വലിയ കടമ്പയാണ്. പല ഭാഗങ്ങളിലും നടപ്പാതകൾ മാലിന്യം നിറഞ്ഞ അവസ്ഥയിലാണ്. മറ്റു ചില ഭാഗങ്ങൾ വഴിയോര കച്ചവടക്കാർ കൈയടക്കി കഴിഞ്ഞിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുതുതല പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടം നിർമ്മാണം അന്തിമഘട്ടത്തിൽ. 2 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ ആരോഗ്യ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും വലിയ ആശ്വാസമാകും.
വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ ഏറെ പരിമിതിക്കുള്ളിലാണ് മുതുതല പ്രാഥമികാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. സ്ഥലപരിമിതിയിൽ ജീവനക്കാരും രോഗികളും ഏറെ പ്രയാസത്തിലായിരുന്നു. പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതോടെ ആവശ്യത്തിന് സൗകര്യമില്ലാതായി. ഈ സാഹചര്യത്തിലാണ് മികച്ച സൗകര്യത്തോടെയുള്ള പുതിയ ഇരുനില കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതിയായത്. 2 കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാവുന്നതോടെ ആരോഗ്യ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും വലിയ ആശ്വാസമാകും. മുതുതല ഗ്രാമപഞ്ചായത്തിലെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ദീർഘകാലമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത് സ്വന്തമായ കെട്ടിടത്തിലേക്ക് മാറാൻ ഫണ്ട് വെച്ചു. 2 കോടി രൂപയുടെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം PWDയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. വളരെ വേഗത്തിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്ന ലിസ്റ്റിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രിയുടെ കെട്ടിടം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താം. അവസാന ഘട്ടത്തിലാണ്. ഏതാനും കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ പറ്റും. അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. 8000 ചതുരശ്രയടി വിസ്തീർണത്തിലാണ് നിർമ്മാണം. OP, ഡോക്ടർ റൂമുകൾ, ഫാർമസി, ലബോറട്ടറി, മിനി ഓപ്പറേഷൻ തിയേറ്റർ, ഒബ്സർവേഷൻ റൂം, കോൺഫറൻസ് ഹാൾ തുടങ്ങിയവയാണ് കെട്ടിടത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. PWD കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഇന്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റിയുടെ മൺസൂൺ മെഗാ എക്സിബിഷന് പാലക്കാട് പിരായിരിയിൽ തുടക്കം. ചലച്ചിത്ര സംവിധായകനും ചിത്രകാരനുമായ ജയൻ ശിവപുരം എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. ജൂൺ 23 വരെ പിരായിരി കണ്ണങ്കോട്ടുകാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് ഇന്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റിയുടെ മൺസൂൺ മെഗാ എക്സിബിഷൻ നടക്കുക. 38 ചിത്രകാരന്മാരുടെ 152 ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സംവിധായകനും ചിത്രകാരനുമായ ജയൻ ശിവപുരം മെഗാ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. മറ്റു ചിത്രങ്ങളെ അപേക്ഷിച്ച് ഒരു കലാകാരന്റെ പരമാവധി പരിശ്രമം ജലഛായ ചിത്രങ്ങളുടെ പൂർണ്ണതയ്ക്ക് ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിരാശയിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വളരെ ഗംഭീരമാകുമെന്ന് കരുതി ഉണ്ടാക്കുന്ന ഒരു വർക്ക് തകർന്നു പോയി കൊടും നിരാശയിലേക്കും പോകാനൊരു സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ വലിയ ചിത്രകാരന്മാരാണ് ഇരിക്കുന്നത്. എനിക്കറിയാം, ഈ ഓയിൽ പെയിന്റിങ്ങിനോ അല്ലെങ്കിൽ അക്രിലിക്കിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് പിഴച്ചു പോയാലും അതിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ അക്രിലിക്കിലും ഓയിൽ കളറിലും ഒക്കെ ഉണ്ട്. അവർക്ക് കൃത്യമായിട്ട് അറിയാം നമുക്ക് അതിനകത്തേക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് അറിയാം. അല്ലെങ്കിൽ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ അത് മെച്ചപ്പെടുത്തി റിസൾട്ടിലേക്ക് എത്തിക്കാം. പക്ഷെ വാട്ടർ കളർ എന്ന് പറഞ്ഞാൽ ഒരു അതീന്ദ്രിയമായ ദൈവത്തിന്റെ എന്തോ ഒരു ഇടപെടൽ കൂടിയുള്ള ഒരു സാധനമാണ്. അത് ചിലപ്പോൾ കലാകാരനെ അതിശയിപ്പിക്കും, ചിലപ്പോൾ കലാകാരനെ നിരാശയാക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകിച്ചും ഈ ലൂസ് വാട്ടർ കളറിന്റെ ഒരു പാറ്റേൺ അത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സൗന്ദര്യം, അത് വർണ്ണിക്കാനാവാത്തൊരു സൗന്ദര്യമാണ് തീർച്ചയായും. ഇന്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റി കേരള ഘടകം കോർഡിനേറ്റർ ശബരിഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ശങ്കരനുണ്ണി സ്വാഗതം പറഞ്ഞു. NC ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി. P മോഹൻകുമാർ, R രാജേഷ്, വിശ്വനാഥൻ മാസ്റ്റർ, കൃഷ്ണൻ മല്ലിശ്ശേരി, JP ഈശ്വർ, രഘുമേനോൻ, രാജേന്ദ്രൻ വടക്കേപ്പാടത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡൽഹിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ എക്സിബിഷന് മുന്നോടിയായാണ് IWS കേരളത്തിൽ എക്സിബിഷൻ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായ നഷ്ടം സഹിച്ചാണെങ്കിലും ഒന്നാം വിള ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചുരുക്കം ചില കർഷകർ. ലക്കിടി പേരൂർ പഞ്ചായത്തിലെ തെക്കും ചെറാട് പാടശേഖരത്തിലാണ് നാമമാത്രമായ കർഷകർ ഇത്തവണ ഒന്നാം വിള ഇറക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, പുഴുശല്യം, കാട്ടുപന്നി ശല്യം, മഴയില്ലായ്മ, കളശല്യം എന്നിവയെ തുടർന്ന് ഭൂരിഭാഗം കർഷകരും ഒന്നാം വിള ഉപേക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ എന്തു തന്നെ നഷ്ടം സഹിച്ചാലും ചില കർഷകർ ഒന്നാം വിള ഇറക്കുന്ന തിരക്കിലുമാണ്. ഭൂരിഭാഗം കർഷകരും രണ്ടാം വിളയ്ക്കായി കൃഷിസ്ഥലം ഉപേക്ഷിച്ചിരിക്കുകയാണ്. നാട്ടിലെ തൊഴിലാളികളെ മാത്രം ഇറക്കിയാണ് കർഷകനായ വാസു വട്ടപ്പറമ്പിൽ മുടങ്ങാതെ ഇത്തവണയും ഒന്നാം വിള ഇറക്കുന്നത്. ഭൂരിഭാഗം കർഷകരും അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കുമ്പോൾ വാസു സ്വന്തം നാട്ടിലെ തൊഴിലാളികളെ മാത്രമാണ് കൃഷിപ്പണിക്കായി ആശ്രയിക്കുന്നത്. 110 ദിവസം പ്രായമുള്ള കാഞ്ചന വിത്താണ് വാസു കൃഷി ഇറക്കുന്നത്. തെക്കും ചെറാട് പാടശേഖരത്തിൽ ഏകദേശം 80ഓളം കർഷകരുണ്ടെങ്കിലും പകുതി കർഷകർ മാത്രമാണ് ഒന്നാം വിള ഇറക്കുന്നത്. 1 ഏക്കർ കൃഷി ഇറക്കാൻ 15,000 രൂപ ചിലവ് വരുന്നുണ്ടെന്നും 2 വിളയും കൃഷി ഇറക്കാറുണ്ടെന്നും പഴയകാല കർഷകൻ കൂടിയായ വാസു പറയുന്നു. കൊയ്തെടുത്ത നെല്ല് പതിവായി സപ്ലൈകോവിൽ നൽകാറുണ്ടെന്നും വാസു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്ന ബേബി ഷക്കീലയ്ക്ക് സഹായഹസ്തവുമായി കുടുംബശ്രീ. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിലെ 20ഓളം കുടുംബശ്രീ യൂണിറ്റുകൾ സമാഹരിച്ച തുക യൂണിറ്റ് ഭാരവാഹികൾ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ചെയർമാനും പഞ്ചായത്ത് അംഗവുമായ VM അൻവർ സാദിഖിന് കൈമാറി.
മണ്ണൂർ കിഴക്കമ്പുറം അംഗൻവാടിയിൽ വെച്ചായിരുന്നു 5ാം വാർഡിലെ 20ഓളം വരുന്ന കുടുംബശ്രീ യൂണിറ്റുകൾ തുക സമാഹരിച്ച് കൈമാറിയത്. മണ്ണൂർ സ്വദേശിനിയായ ബേബി ഷക്കീലയുടെ ചികിത്സയ്ക്കായി പഞ്ചായത്തിലെ മുഴുവൻ കുടുംബശ്രീ യൂണിറ്റും സഹായവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ചെറുതും വലുതുമായ സഹായങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സഹായനിധി ചെയർമാനെയും ഏൽപ്പിച്ചു വരുന്നുമുണ്ട്. ചികിത്സയ്ക്കായി 40 ലക്ഷം രൂപയാണ് ആവശ്യം. കുടുംബശ്രീയുടെ സഹായം മാതൃകയാണെന്ന് VM അൻവർ സാദിഖ് പറഞ്ഞു. ഇന്ന് ഒത്തുചേർന്ന് അവരിൽ കഴിയുന്ന സഹായം അവർ ബേബി ഷക്കീലയ്ക്ക് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയോട് ഏൽപ്പിക്കുകയാണ്. മണ്ണൂരിൽ മനുഷ്യത്വം, നമ്മുടെ നാടിൽ മനുഷ്യത്വം ഇല്ലാതായിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. മണ്ണൂർ കൊട്ടക്കുന്ന് പള്ളി സ്വരൂപിച്ച സഹായം പള്ളി ഭാരവാഹികൾ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിതയെയും ഏൽപ്പിച്ചു. അക്കൗണ്ട് തുടങ്ങി ചികിത്സാ സഹായ പ്രവർത്തനം ഊർജിതമാക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പറളി പഴയ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് പഞ്ചായത്ത് അനുവദിച്ചത് 30 ലക്ഷം രൂപ. പ്രവർത്തനാനുമതി ലഭിച്ചത് 3 ലക്ഷം രൂപ മാത്രം. പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണ പ്രവൃത്തികൾക്കായി 30 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും മെയിന്റനൻസ് ഗ്രാന്റ് കുറവായതിനാൽ സംഖ്യ 3 ലക്ഷം രൂപയാക്കി ചുരുക്കുകയായിരുന്നു. പഴക്കം ചെന്ന പറളി പഴയ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് 3 ലക്ഷം രൂപ വകയിരുത്തിയത് വളരെ കുറഞ്ഞുപോയെന്ന ആക്ഷേപവുമുണ്ട്. ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വിപുലമായ പരിപാടികളോടുകൂടി യോഗാ ദിനം ആചരിക്കും. യോഗാ ദിനാചരണ പരിപാടികളിൽ 300-ലധികം ആളുകൾ പങ്കെടുക്കും. ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി 1 മാസത്തോളമായി പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ യോഗോത്സവം സംഘടിപ്പിച്ചിരുന്നു. ഇതിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും പൊതുജനങ്ങൾക്കായി യോഗ പരിശീലനവും ബോധവൽക്കരണ ക്ലാസും നടത്തി. ഇതിന്റെ സമാപനം കൂടിയാണ് വെള്ളിയാഴ്ച നടക്കുന്നത്. ആശുപത്രി അങ്കണത്തിൽ നടക്കുന്ന പരിപാടി സ്ഥാപന മേധാവി ഡോക്ടർ D സുധാകർ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാർമക്കോളജി ഡോക്ടർ സുദേശൻ ഗൈദാനി തുടങ്ങിയവർ പങ്കെടുക്കും. ചടങ്ങിൽ വെച്ച് യോഗോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരങ്ങളിലെ വിജയികൾക്കുള്ള മൊമെന്റോയും സർട്ടിഫിക്കറ്റും സമ്മാനിക്കും. നടത്തി വരാറുള്ളത് പോലെ 10ാമത് ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ നാളെ രാവിലെ 7:30 കോമൺ യോഗ പ്രോട്ടോകോൾ ആചരിച്ചുകൊണ്ട് നടത്തുകയാണ്. ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നടത്തുന്നത് സ്ഥാപന മേധാവി ഡോക്ടർ D സുധാകർ സാറാണ്. ഈ ചടങ്ങിൽ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാർമക്കോളജി ഡോക്ടർ സുദേശൻ ഗൈദാനി, അസിസ്റ്റന്റ് ഡയറക്ടർ ബയോകെമിസ്ട്രി ഡോക്ടർ N തമിഴ്സെൽവം, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീ ശിവപ്രസാദ് എന്നിവർ ആശംസകൾ നേരുന്നതാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സുദേശൻ ഗൈദാനി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ VC ദീപ്, അസിസ്റ്റന്റ് ഡയറക്ടർ ബയോകെമിസ്ട്രി ഡോക്ടർ N തമിഴ്സെൽവം, റിസർച്ച് ഓഫീസർമാരായ ഡോക്ടർ രമ്യ, ഡോക്ടർ സരിക തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഷൊർണൂർ പരുത്തിപ്രാജി UP സ്കൂളിൽ സ്പിക് മാക്കയുടെ ആഭിമുഖ്യത്തിൽ മോഹിനിയാട്ടം പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പ്രശസ്ത നർത്തകി കലാമണ്ഡലം വേണി ടീച്ചർ ക്ലാസിന് നേതൃത്വം നൽകി. പ്രധാനാധ്യാപിക ഉഷ സ്കൂളിന്റെ സ്നേഹോപഹാരം വേണി ടീച്ചർക്ക് സമ്മാനിച്ചു. ഉഷ ടീച്ചർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഉണ്ണിവാര്യർ, PTA പ്രസിഡന്റ് പ്രശോദ്, വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വായനാ വാരത്തിൽ വായന തന്നെ ലഹരി, മദ്യരാസലഹരി അരുത് എന്ന സന്ദേശ പ്രചരണവുമായി കേരള മദ്യനിരോധന സമിതി. മദ്യനിരോധന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രചരണം. വായനാ ദിന സമ്മേളനം ജില്ലയിലെ പ്രമുഖ ഗാന്ധിയൻ പ്രവർത്തക ലക്ഷ്മി M പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കേരള മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് അക്ബർ ബാദുഷ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PV സഹദേവൻ, ട്രഷറർ TN ചന്ദ്രൻ, വിമുക്തി ജില്ലാ കമ്മിറ്റി അംഗം K ഖാദർ മൊയ്തീൻ, സാമൂഹ്യ പ്രവർത്തകൻ C വേലായുധൻ കൊട്ടേക്കാട്,
സൗഹൃദം ദേശീയവേദി സെക്രട്ടറി ശ്രീജിത്ത് തച്ചങ്കാട്, കേരള മദ്യനിരോധന സമിതി ജില്ലാ വനിതാ ഫോറം കൺവീനർ ഫാത്തിമ ടീച്ചർ, സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ മണികണ്ഠൻ, പാലക്കാട് പബ്ലിക് ലൈബ്രറി ലൈബ്രറിയൻ വി മോഹൻരാജ്, രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. വായന തന്നെ ലഹരി, മദ്യരാസ ലഹരി അരുത് എന്ന സന്ദേശ പ്രചരണമാണ് വായനാവാരത്തിൽ മദ്യനിരോധന സമിതിയുടെ പ്രധാന പ്രവർത്തനം. വായനയുടെ മഹത്വം തിരിച്ചറിയാതെ പോകുന്നതാണ് പുതുതലമുറ വഴിതെറ്റുന്നതിന് ഒരു കാരണമെന്ന് സമിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. 300 മുതൽ 3000 വരെ വിദ്യാർത്ഥികളിലേക്കും രക്ഷിതാക്കളിലേക്കും വായനാ സന്ദേശങ്ങൾ പകർന്നു നൽകും. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം വിപുലമായി ആഘോഷിക്കുന്നതിനും സമിതി തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ PN പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണം സാഹിത്യകാരൻ പ്രകാശൻ ചുനങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിന് ലൈബ്രറി വൈസ് പ്രസിഡന്റ് അജി പിള്ള അധ്യക്ഷനായി. S കൃഷ്ണദാസ്, MC ശങ്കരൻ, V വേണുഗോപാൽ, പ്രശാന്ത്, ബാൽസൻ, മനോജ്, ഹരിദാസ്, R മണി, ഗോവിന്ദൻകുട്ടി, CK റംല, MK വേണുഗോപാൽ, KC രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട്സ് ലൈബ്രറി വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി അക്ഷരദീപം തെളിയിച്ചു. PN പണിക്കർ അനുസ്മരണവും അനുമോദനവും ഇതിനോടനുബന്ധിച്ച് നടന്നു. കാരക്കാട് ഫ്രണ്ട്സ് ലൈബ്രറിയുടെ വായനാ ദിനാചരണ പരിപാടികൾ യുവകഥാകൃത്ത് D ശ്രീശാന്ത് ഉദ്ഘാടനം ചെയ്തു. PK സഞ്ജയൻ അധ്യക്ഷത വഹിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് അംഗം D ശങ്കരനാരായണനുണ്ണി, ഷൊർണൂർ നഗരസഭാ പാടശേഖര ഏകോപന സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, മുൻ കൗൺസിലർ C പുഷ്പ എന്നിവർ സംസാരിച്ചു. C ബിജു സ്വാഗതവും AP മധു നന്ദിയും പറഞ്ഞു. PN പണിക്കർ അനുസ്മരണവും അക്ഷരദീപം തെളിയിക്കലും നടന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഹിന്ദിയിൽ ഉന്നത വിജയം നേടിയ കാരക്കാട് നിവാസികളായ VK സൂര്യ, P സാന്ദ്ര എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ ഞാറക്കോട് NC രാമൻകുട്ടി ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. ലൈബ്രറി കൗൺസിൽ പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P ജിജേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അതിലധികം ലൈബ്രറികൾ ഈ 5 വർഷം കൊണ്ട് നമ്മുടെ മണ്ണൂര് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലായി ഉണ്ടായി എന്നത് വളരെയധികം സന്തോഷകരമാണ്. അത് ഇന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ മുരളി മാഷ് സ്വാഗത പ്രസംഗത്തിന്റെ ഭാഗമായി വളരെ വിശദമായി തന്നെ വായനാ പക്ഷാചരണം നടത്തേണ്ട സാഹചര്യങ്ങൾ മാഷ് പറഞ്ഞു. PN പണിക്കർ എന്ന മഹാത്മായ മനുഷ്യൻ വളരെയധികം ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ നേടിയെടുത്തതാണ് ഇന്ന് കാണുന്ന ഈ ഗ്രന്ഥശാല പ്രസ്ഥാനം. വായനശാല പ്രസിഡന്റ് NC മനോജ് അധ്യക്ഷനായി. ചടങ്ങിൽ SSLC+2 വിജയികളെ അനുമോദിച്ചു. മണ്ണൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ വിജയികൾക്ക് ഉപഹാരം നൽകി. വാർഡംഗം BC പ്രീത, ബ്രിജേഷ് മാസ്റ്റർ, NR രവീന്ദ്രൻ, PK ഉണ്ണികൃഷ്ണൻ, ക്ഷീരസംഘം സെക്രട്ടറി സുനിത, വിപിനൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി VK മുരളി സ്വാഗതവും NR രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വായനാ വാരാചരണത്തിൽ പുസ്തകങ്ങളെ ഹൃദയത്തോട് ചേർത്ത ഒരു അധ്യാപികയെ പരിചയപ്പെടാം. വാണിയംകുളം പനിയൂരിലെ ശോഭന ടീച്ചർക്ക് പുസ്തകങ്ങളോട് പ്രണയമാണ്. വീട്ടിൽ ഒരു ലൈബ്രറി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ അധ്യാപിക. ചെറുപ്പകാലം മുതൽ പുസ്തകങ്ങളോടുള്ള ഈ ചങ്ങാത്തമാണ് വീട്ടിൽ ഒരു ലൈബ്രറി ആരംഭിക്കാൻ വിരമിച്ച ശേഷം ശോഭന ടീച്ചറെ പ്രേരിപ്പിച്ചത്. 650-ലധികം പുസ്തകങ്ങളുടെ വലിയ ശേഖരമാണ് ടീച്ചറുടെ ഹോം ലൈബ്രറിയിൽ ഉള്ളത്. വായിച്ചാലും മതിവരാത്ത പുസ്തകങ്ങൾ. MTയും സുഗതകുമാരി ടീച്ചറും ബഷീറും ബെന്യാമിനും KR മീരയും VKNനും ചെറുകാടും ഉൾപ്പെടുന്ന പ്രശസ്തരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ അടങ്ങുന്നതാണ് ഈ ഹോം ലൈബ്രറി. ലോകപ്രശസ്തമായ ഇംഗ്ലീഷ് പുസ്തകങ്ങളും ശേഖരത്തിലുണ്ട്. കഥയും കവിതയും നോവലുകളും യാത്രാവിവരണങ്ങളും അടങ്ങുന്ന പുസ്തകങ്ങൾ ഹോം ലൈബ്രറിയിലേക്ക് വിരുന്നെത്തുന്ന വായനക്കാർക്ക് ഉണർവേകുമെന്നത് തീർച്ച. അധ്യാപികയായിരിക്കെ പനയൂർ TMUP സ്കൂളിലെ ലൈബ്രറി ചുമതല വഹിച്ച അനുഭവമാണ് 15 വർഷം മുമ്പ് വീട്ടിൽ ഒരു ലൈബ്രറി ആരംഭിക്കാൻ N ശോഭന ടീച്ചറെ പ്രേരിപ്പിച്ചത്. നീണ്ടകാലത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും തനിക്ക് ലഭിച്ച വലിയ സമ്പാദ്യങ്ങളിലൊന്നാണ് ഈ ലൈബ്രറി എന്ന് ടീച്ചർ സന്തോഷത്തോടെ പറയുന്നു. അതായത് അന്ന് മുതലുള്ളത് 9 എത്ര കൊല്ലം മുമ്പാവും, ഒരു 10-44 കൊല്ലം മുമ്പ് മുതലുള്ള പുസ്തകങ്ങളുടെ കളക്ഷൻ ഉണ്ട്. എങ്ങനെ പുസ്തകങ്ങൾ കൂടുതലായിട്ടും ഈ മേളകളുടെ ഒക്കെ പരസ്യം കാണുമല്ലോ, പുസ്തകമേളകളുടെ.
ആ സമയത്ത് കഴിയുന്നതും അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വാങ്ങും. പിന്നെ കൂടുതൽ വായനയിലൂടെ നമ്മളൊക്കെ എന്താ പറയുക, കുറച്ചും കൂടിയൊക്കെ ഇന്നത്തെ കാലം പറയുമ്പോൾ പല വിഭാഗീയതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനെയൊക്കെ മറികടക്കാൻ വായന സഹായിക്കും. നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സൊക്കെ വലുതാവാൻ വായന സഹായിക്കും. ഒരു ബുക്കിൽ വായിച്ച വരികളാണ് ഓർമ്മ വരുന്നത്. ലെറ്റ്സ് ബിൽഡ് ബ്രിഡ്ജസ് നോട്ട് വാൾസ്. നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ള പാലങ്ങൾ പണിയാം. വിദ്യാർത്ഥിയായിരിക്കെ സമ്മാനമായി ലഭിച്ച പുസ്തകം മുതൽ ഈയിടെ പ്രസിദ്ധീകരിച്ച പുതിയ പുസ്തകങ്ങൾ വരെ ടീച്ചറുടെ ശേഖരത്തിലുണ്ട്. പുസ്തകങ്ങൾ ആവശ്യക്കാർക്ക് വായിക്കാനായി നൽകും. ഇതിനായി ഒരു രജിസ്റ്ററും സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അടുത്തുള്ള ആർക്ക് വേണമെങ്കിലും പുസ്തകങ്ങൾ ഞാൻ വായിക്കാൻ കൊടുക്കാറുണ്ട്. അത് പക്ഷെ ആദ്യമൊക്കെ എന്തുണ്ടാച്ചാൽ കുറേ പുസ്തകങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ എഴുതി വെച്ചിട്ടേ കൊടുക്കുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് തിരിച്ചു കിട്ടുന്നുണ്ട്. അടുത്തുള്ള ചില കുട്ടികളും അമ്മേരെ ചില അധ്യാപകരൊക്കെ പുസ്തകങ്ങൾ ഇവിടുന്ന് വായിക്കാൻ കൊണ്ടുപോകാറുണ്ട്. വായനയുടെ വേറിട്ട ലോകത്തേക്ക് മലയാളികൾ കടന്നു ചെല്ലുമ്പോൾ ഈ വായനാവാരത്തിൽ ടീച്ചർ സമൂഹത്തിന് പകരുന്ന സന്ദേശം വളരെ വലുതാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. മലബാർ മേഖലയിൽ പാൽ സംഭരണത്തിന്റെ കാര്യത്തിൽ വലിയ കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മിൽമ ചെയർമാൻ KS മണി. മുൻ വർഷത്തേക്കാൾ 13% പാൽ സംഭരണം കുറഞ്ഞു. 7.5 ലക്ഷം ലിറ്റർ പാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്ന സ്ഥിതിയെന്നും മിൽമ ചെയർമാൻ. മലബാർ മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ BMS സംഘങ്ങൾക്കുള്ള ധനസഹായ വിതരണം പട്ടാമ്പിയിൽ. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ റിസപ്ഷനിൽ പങ്കെടുത്ത 150-ലേറെ പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റെന്ന പരാതിയിൽ നടപടിയുമായി നഗരസഭാ ആരോഗ്യ വിഭാഗം. ചടങ്ങിൽ പുറത്തുനിന്ന് പാചകം ചെയ്ത ഭക്ഷ്യവിഭവങ്ങൾ വിതരണം ചെയ്തത് ഓങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് കാറ്ററിംഗ് എന്ന സ്ഥാപനമെന്ന് അധികൃതർ. സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ പ്രവർത്തനം വൃത്തിഹീനമായ സാഹചര്യത്തിലെന്ന് കണ്ടെത്തിയതായും സ്ഥാപന ഉടമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായും നഗരസഭാ ആരോഗ്യ വിഭാഗം. സംസ്ഥാന ഇന്റർ പോളി കലോത്സവത്തിന് കുന്നംകുളത്ത് തിരിതെളിഞ്ഞു. കലോത്സവത്തിൽ മാറ്റിവെക്കുന്നത് 108 പോളിടെക്നിക്കുകളിൽ നിന്നായി 2500 മത്സരാർത്ഥികൾ. പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കലോത്സവം റാഫ എന്ന പേരിൽ. വേദികളുടെ പേരുകളും പാലസ്തീന് ഐക്യദാർഢ്യം അറിയിച്ച്. വിയൂർ സെൻട്രൽ ജയിലിൽ തടവുകാരനിൽ നിന്ന് ഫോൺ പിടികൂടി. ഫോൺ പിടിച്ചത് ലഹരിക്കടത്തു കേസിൽ ശിക്ഷിക്കപ്പെട്ട എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി അനീഷിന്റെ പക്കൽ നിന്ന്. ഫോൺ എങ്ങനെ സെല്ലിലെത്തി എന്നത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. കൂനത്തറ കവളപ്പാറ പാതയോരത്തെ വയലിൽ കക്കൂസ് മാലിന്യം. വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളിയത് കഴിഞ്ഞ രാത്രിയിൽ. അസഹ്യമായ ദുർഗന്ധം മൂലം യാത്രക്കാർ ദുരിതത്തിൽ. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് അന്വേഷണം തുടങ്ങി. പ്രതികൾ ഉടൻ പിടിയിലാകുമെന്ന് സൂചന. വാഴക്കോട് അകമലയിൽ നിയന്ത്രണം വിട്ട കാർ ചായക്കട തകർത്തു. കടയുടമ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കുന്നംകുളത്ത് ബൈക്കും മിനി ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാണിപ്പയ്യൂർ സ്വദേശിയായ യുവാവിന് ഗുരുതര പരിക്ക്. വാഹനാപകടങ്ങൾ പതിവായ പറളി കടവത്ത് പുഴപ്പാലത്തിൽ തെരുവിളക്കുകൾ സ്ഥാപിക്കാൻ നടപടിയായി. MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ച് 8 മിനിമാസ് ലൈറ്റുകളും ഒരു ഹൈമാസ് ലൈറ്റും സ്ഥാപിക്കും. മങ്കര കാളിക്കാവ് വാതക ശ്മശാനത്തിന് ഇനിയും പ്രവർത്തനാനുമതിയായില്ല. ശ്മശാനത്തിന്റെ ഉദ്ഘാടനം നടന്നത് 4 വർഷം മുമ്പ്. വിഷയത്തിൽ ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെടണമെന്ന് പഞ്ചായത്ത് അധികൃതർ. വാണിയംകുളം ചന്തയിലെത്തുന്ന വാഹനങ്ങൾ സമീപത്തെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യം. അനധികൃത വാഹന പാർക്കിംഗ് മൂലം ചെളിക്കുളമായ ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റാത്ത സ്ഥിതിയെന്ന് പരാതി. മൈതാനം മതിൽ കെട്ടി സംരക്ഷിക്കാൻ പഞ്ചായത്ത് തയ്യാറാകണമെന്ന് പ്രദേശവാസികൾ. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിലേക്ക് കന്നുകാലികളെ അഴിച്ചുവിടുന്നവർക്കെതിരെ നടപടിയുമായി നഗരസഭാ അധികൃതർ. വായന വാരാചരണം തുടരുന്നു. മദ്യരാസ ലഹരിക്കെതിരെ വായന തന്നെ ലഹരി എന്ന സന്ദേശ പ്രചരണവുമായി കേരള മദ്യ നിരോധന സമിതി. വിവിധ കേന്ദ്രങ്ങളിൽ വായനശാലകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ. വിശ്രമ ജീവിതത്തിൽ പുസ്തകങ്ങളുടെ കൂട്ടുകാരിയായി വാണിയംകുളം പനിയൂരിലെ ശോഭന ടീച്ചർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.